മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് പറവൂർ മേഖലയിലെ 52 മഹല്ല് ജുമാഅത്ത് പള്ളികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പറവൂർ ടൗൺ ഹാളിൽ നടന്ന മിലാദ് കോൺഫറൻസ് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിന്റെ സന്ദേശം എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കാൻ അത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും വിശ്വാസത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കാനും തന്നെയുണ്ട്. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ മിലാദ് കോൺഫറൻസ് പറവൂരിൽ നടത്തുമ്പോൾ തീർച്ചയായും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രവാചകന്റെ ജീവിതവും പ്രവാചക സന്ദേശവും ഇന്ന് ലോകം മുഴുവൻ നിലനിൽക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ലോകത്തെ എല്ലാവരിലുമുള്ള ഒരു വലിയ ആഗമ കൂട്ടായ്മയായി ഇസ്ലാം മാറുകയാണ്. ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും അതിർത്തികളിലേക്ക് രാജ്യാതിർത്തികളിലേക്ക് ഉള്ളൊരു സാഹോദര്യമായി വിശ്വാസത്തിന്റെ സാഹോദര്യമായി ലോകത്തെമ്പാടും നടക്കുന്നു. കർമ്മസമിതി ചെയർമാൻ സായിദ് PS തങ്ങൾ അധ്യക്ഷനായി. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ ഹസനി പ്രോഗ്രാം നിയന്ത്രിച്ചു. മുൻ MLA TA അഹമ്മദ് കബീർ സംസാരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പോയാൽ അറിയാം, ബിരുദധാരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകും. അവരുടെ ഇടയിലാണ് ഭാവനാസമ്പന്നമായ ഈ ഒരു നേതൃനിര. നിങ്ങളാണ് നേതാക്കൾ. നേതാവ് എന്ന ആശയം പലപ്പോഴും തെറ്റായി വായിക്കപ്പെട്ടിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ പണ്ഡിതന്മാർ അംബിയ മുർസലീങ്ങൾ അനന്തരാവകാശികൾ. അംബിയ മുർസലീങ്ങളാവട്ടെ അവരനന്തരം വെച്ച് പോയത് സമ്പത്തല്ല, അനന്തരം വെച്ച് പോയത് ഇൽമാണ്, അറിവാണ്. മാലം യാലം അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു ദാർശനിക പാരമ്പര്യമാണ് നമ്മൾ. അന്ധകാര നിബിഡമായ ഭീതിജനകമായ ഒരു സാമൂഹിക ചക്രവാളത്തിൽ വെളിച്ചത്തിൻ്റെ ഒരു പുതിയ അവസരമൊരുക്കിയ ഒരു ദീനാണ്. നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, അഹമ്മദ് കബീർ, ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം, മുഹമ്മദ് തൗഫീഖ് മൗലവി, ബഷീർ വഹബി അടിമാലി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി കൊല്ലം, ഇസ്മായിൽ ഹസനി, അബ്ദുൽ ലത്തീഫ് അഫ്സാനി, മുഹമ്മദ് അമീർ ബാക്കവി, അബ്ദുൽ സലാം കൈതാരം, CK അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഹാഫിൽ ജുനൈദ് അസ്ഹരി രചിച്ച സ്നേഹം ചുവക്കുന്ന ചില്ലകൾ എന്ന പുസ്തകത്തിൻ്റെ 4ാമത് പതിപ്പ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. പറവൂർ ടൗൺ മസ്ജിദ് ഇമാം അഷ്റഫ് മുസ്ലിയാരെയും മഹല്ലുകളിൽ ദീർഘകാലം സേവനം ചെയ്തവരെയും ആദരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.